24 അതിരപ്പിള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കയ്യേറ്റം ചെയ്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ സംരക്ഷിച്ച് വനം വകുപ്പ്. ജാക്സന്റെ വീടിന് തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി കണ്ണിൽ പൊടിയിടാൻ നീക്കം. ജാക്സനെ CCF സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി 24 നേരത്തെ വാർത്ത നൽകിയിരുന്നു. അതിനിടെ അതിരപ്പിള്ളി CIയെ രക്ഷിക്കാൻ ഉന്നതതല ഗൂഢാലോചന. CI ഹെൻറിക് ഗ്രോമിക്കിനെതിരായ SP-യുടെ റിപ്പോർട്ടിൽ നിന്ന് മർദ്ദന പരാമർശം ഒഴിവാക്കി. സൂരജ് സജി തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തൊക്കെ തരത്തിലുള്ള കണ്ണിൽ പൊടിയിടൽ നീക്കങ്ങളാണ് നടക്കുന്നത്? വേണു, ഈ തുടർച്ചയായി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് ഇരു വകുപ്പും രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഈ റൂബിനെതിരായ മർദ്ദനം തുടങ്ങിയത് മുതൽ ഈ ഉദ്യോഗസ്ഥരെ, അതായത് ആദ്യം ജാക്സനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പ് ഇറങ്ങിയതെങ്കിൽ പിന്നീട് പോലീസ് കൂടി ഈ വനം വകുപ്പിനൊപ്പം ചേരുന്നു. അങ്ങനെയാണ് റൂബിനെ ഈ കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ ഈ റൂബിൻ നേരിട്ട ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പോകുന്ന സമയത്ത് ഏറ്റവും നിർണായകമായ തെളിവായിട്ടുള്ള ഈ മൊബൈൽ ഫോൺ അടക്കം ഈ CIയുടെ നേതൃത്വത്തിൽ അത് എറിഞ്ഞു പൊട്ടിച്ച് പിന്നീട് ഈ അതിരപ്പള്ളിയിലെ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ തെളിവ് ഉൾപ്പെടെ നശിപ്പിച്ച ക്രൂര കുറ്റകൃത്യം അത് ഈ CIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് DYSPയുടെ നേതൃത്വത്തിലാണ്, ചാലക്കുടി DYSP അശോകിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണം സർക്കാർ നടത്തിയത്. പക്ഷേ ആ റിപ്പോർട്ടിൽ ഈ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശവും ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റൂബിനെ ഈ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചാണ് ഈ സെല്ലിൽ നിർത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരാമർശം എന്നുള്ളത് റൂബിൻ മദ്യപിച്ചിരുന്നു, മദ്യലഹരിയിലാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഉടുതുണി അഴിച്ച് റൂബിനെ നിർത്തിയത്, അടിവസ്ത്രത്തിൽ നിർത്തിയതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിരപ്പള്ളിയിലെ തെരുവിലിറങ്ങി ആരോട് ചോദിച്ചാലും അവർ പറയും റൂബിൻ മദ്യപിക്കില്ല, കാരണം മദ്യത്തിനെതിരായി പോരാട്ടം നയിക്കുന്ന ആളാണ് റൂബിൻ. ആ റൂബിനാണ് മദ്യപിച്ചതെന്ന വിചിത്രവാദം പോലും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉയർത്തുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിൽ CIയെ സംരക്ഷിക്കാവോ ആ സംരക്ഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. മറുതലക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായതും അത്തരത്തിലൊരു സംരക്ഷണമാണ്. ഈ ജാക്സനെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലേക്ക് മാത്രമാണ് ഈ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ജാക്സന് വേണമെങ്കിൽ രാവിലെ ഓഫീസിൽ ഇറങ്ങി അവിടെ നിന്ന് വീട്ടിൽ വന്ന് 10 മണിക്ക് ചായ കുടിച്ച് തിരിച്ച് ഓഫീസിലേക്ക് പോകാം, ഉച്ചയ്ക്ക് ചോറുണ്ട് ഓഫീസിലേക്ക് പോകാം, 3 മണിക്ക് വേണമെങ്കിൽ വിശ്രമിച്ച് ചായയും കുടിച്ച് ഓഫീസിലേക്ക് പോകാം. ആ നിലയ്ക്ക് ജാക്സന് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരം ഇതിന്റെ മറവിൽ വനം വകുപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ വനം മന്ത്രി തന്നെ ജാക്സനെതിരെ നടപടിയെടുക്കണമെന്ന് CCFനോട് നിർദ്ദേശിച്ചതാണ്. പക്ഷേ ആ നിർദ്ദേശം എല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു. ഇതിന് പിന്നിൽ നമുക്ക് കൃത്യമായി ലഭിക്കുന്ന വിവരം ഇത്തരത്തിലാണ്. റൂബിന്റെ അറസ്റ്റിൽ പോലും വലിയ ഗൂഢാലോചന അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുണ്ട്. ഈ തൃശ്ശൂരിൽ SP അറിഞ്ഞുകൊണ്ടാണ്, SP-യുടെ നിർദ്ദേശപ്രകാരമാണ്, അതായത് ഈ വനം വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ SP-യെ ബന്ധപ്പെടുന്നു. SP-യുടെ നിർദ്ദേശാനുസരണം DYSP ഇടപെട്ടുകൊണ്ട് CIയെ കൊണ്ട് റൂബിനെ അറസ്റ്റ് ചെയ്യിക്കുകയായിരുന്നു, തെളിവ് നശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി അത് ഓരോ ഘട്ടത്തിലും വരുന്നു. ആരാണോ റൂബിനെ അറസ്റ്റ് ചെയ്യിച്ചത് അവർ തന്നെ റൂബിനെതിരായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഇത്തരം ഒരു അനുകൂലമായ സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും ജാക്സനെ സംബന്ധിച്ച് ജാക്സൺ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ജാക്സനെതിരായ കാര്യമായ നടപടിയിലേക്ക് വനം വകുപ്പ് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വനം വകുപ്പിന്റെയും പോലീസിന്റെയും നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അത് അതിരപ്പള്ളിയിൽ ഉയരുന്നു. നാളെ ഈ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് ഓഫീസും ഉൾപ്പെടെ ഉപരോധിക്കുന്നു അടക്കമുള്ള ശക്തമായ സമരങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് അതിരപ്പള്ളിയിലെ ആദിവാസി വിഭാഗങ്ങൾ അടക്കം പറയുന്നത്. വേണു, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.